Hello guys, welcome back to techytalks. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു കിടിലൻ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അതായത് വളരെ സിമ്പിളായിട്ട് നല്ല സിനിമ സ്റ്റൈൽ എഫക്റ്റ് ഒക്കെ കൊടുത്ത് ഷോർട്ട് വീഡിയോസ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആർക്കും ഈ ഒരു ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ടൈം വേസ്റ്റ് ആകുകയുമില്ല. നമുക്കൊരു ബർത്ത്ഡേ വിഷ് അയക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോയുടെ ഒരു ഇൻട്രോ വീഡിയോ ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ബെസ്റ്റാണ്. ബിഗിനേഴ്സിന് പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. സിമ്പിൾ ആൻഡ് ഈസി ടു വർക്ക്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനലിലുള്ള മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ്, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് PK ഫിലിംസ് എന്നാണ്. PK ഫിലിം. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. വീഡിയോ തീർച്ചയായും നിങ്ങൾ പൂർണ്ണമായും കാണുക. സോ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലാൻഡ്സ്കേപ്പ് വ്യൂവിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. സോ ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത് PK ഫിലിംസ് എന്നാ കിടു എഫക്റ്റ് ആണ്. നമുക്ക് ടൈറ്റിൽ തന്നെ. സോ നമുക്ക് നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ കാണുന്ന പ്ലസ് എന്ന ഐക്കൺ കണ്ടോ, ക്രിയേറ്റ് വീഡിയോ എന്നുള്ളതാണ്. ആ ഒരു പ്ലസ് ഐക്കണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുകയാണ്. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് ആണ് ആദ്യം വരുന്നത്. ഓൾറെഡി മെയ്ഡ് സൂപ്പർ എഫക്റ്റുള്ള ടെംപ്ലേറ്റ്സ്. അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് നമ്മുടേതായ രീതിയിൽ വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ മുകളിൽ നോക്കുകയാണെങ്കിൽ, ടോപ്പ് സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ സെലിബ്രേഷൻ, ആക്ഷൻ, സിനിമാറ്റിക്, അതുപോലെ ഷോർട്ട് ടൈം, റൊമാൻറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിഫറെൻറ്റ് തീംസ് ഉള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം നിങ്ങളെ കാണിച്ചു തരാം. നമുക്കൊരാൾക്കൊരു ബർത്ത്ഡേ വിഷ് തയ്യാറാക്കാം. ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നുണ്ട് ഒരു ടെംപ്ലേറ്റ്. അതിൻ്റെ റൈറ്റ് ബോട്ടം കോർണറിൽ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സോ ഈ ഒരു ടെംപ്ലേറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ക്രിയേറ്റ് എന്ന ബട്ടൺ വരും. ഈ ക്രിയേറ്റ് ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സോ ഗൈസ്, ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടെംപ്ലേറ്റ് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ്. സോ ഒരാൾക്കൊരു ബർത്ത്ഡേ വിഷ് അയക്കാനുള്ളൊരു ഷോർട്ട് വീഡിയോ ടെംപ്ലേറ്റാണിത്. ഇനി ഈ ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ടെക്സ്റ്റൊക്കെ ചേഞ്ച് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യണം. സോ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ നമുക്ക് TT എന്നൊരു ഐക്കൺ കാണാം. അതാണ് ടെക്സ്റ്റ് എഡിറ്റർ. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി ടെംപ്ലേറ്റിലുള്ള കുറേ ടെക്സ്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ 2 ഒക്ടോബർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ബർത്ത്ഡേയുടെ ഡേറ്റ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 2 ഒക്ടോബർ എന്നുള്ളത് ഇയറും മന്തും ഡേറ്റുമൊക്കെ എഡിറ്റ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാം ബർത്ത്ഡേ എന്നാണെന്നുള്ളത് വെച്ചിട്ട്. സോ അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. അതുപോലെ തന്നെ മറ്റു ടെക്സ്റ്റുകൾ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നുണ്ട്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അതുപോലെ യൂസർ നെയിം എന്നുള്ളതൊക്കെ ഉണ്ട്, നമുക്കത് ചേഞ്ച് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ദീപക് എന്ന് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. സോ ജസ്റ്റ് ഒരു നെയിം ഞാനങ്ങ് കൊടുക്കുകയാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം താഴെ ഇറ്റ് ഈസ് യുവർ സ്പെഷ്യൽ ഡേ എന്നുള്ളതുണ്ട്. നമുക്ക് ആ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടില്ല. പകരം നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എൻജോയ് യുവർ ഡേ എന്നുള്ളതായിട്ട് ടൈപ്പ് ചെയ്യുകയാണ്. സോ ജസ്റ്റ് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ടെക്സ്റ്റ് കൊടുത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് ഒരു ടിക്ക് മാർക്കുണ്ട്, നമ്മൾ അത് ക്ലിക്ക് ചെയ്യുകയാണ്. സോ ടെക്സ്റ്റ് എഡിറ്റിംഗ് കഴിഞ്ഞു. സോ നമ്മൾ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം തീം ലോഡിംഗ് ആണ്. സോ നമുക്ക് ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. October 20 എൻജോയ് യുവർ ഡേ. നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റൊക്കെ സ്ക്രീനിൽ വീഡിയോയിൽ വരുന്നുണ്ട്. സോ ഇത്രയും ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. വർക്ക് ചെയ്യാനായിട്ട് ആർക്കും, എത്ര ബിഗിനേഴ്സ് ആണെങ്കിലും മൊബൈൽ ടെക്നോളജിയിൽ ഒരു പരിജ്ഞാനവും ഇല്ലെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെറിയ ബർത്ത്ഡേ വിഷസും ഷോർട്ട് വിഷസും അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ വീഡിയോയ്ക്ക് ഒരു കുറവുണ്ടല്ലോ, ഒരു ചെറിയ മ്യൂസിക് ആഡ് ചെയ്യണം. അതിനായിട്ട് മ്യൂസിക് എന്നുള്ളൊരു ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള മ്യൂസിക്സൊക്കെ ഇവിടെ വരും. അപ്പോൾ ആ ഒരു മ്യൂസിക് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും റൈറ്റ് ടോപ്പിലുള്ള ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുന്നു. സോ നമ്മുടെ വീഡിയോ റെഡി ആയി കഴിഞ്ഞു വിത്ത് മ്യൂസിക്. സോ ഹാപ്പി ബർത്ത്ഡേ ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നുള്ള നല്ല മ്യൂസിക്കൊക്കെ ഇട്ട് നമുക്ക് ഈ ഒരു
ഷോർട്ട് വീഡിയോ തയ്യാറാക്കാൻ സാധിക്കും. ഇനി ഈ ഒരു വീഡിയോയുടെ ബോട്ടം റൈറ്റ് കോർണറിൽ നമുക്ക് PK ഫിലിം എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർമാർക്ക് കാണാം. ഇത് വീഡിയോയുടെ ക്വാളിറ്റി ഭംഗി തന്നെ കളയും. സോ അത് ഒഴിവാക്കാനായിട്ട് ആ ഒരു ക്രോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനിഷ്യലൈസിങ് വീഡിയോ ആർട്സ് എന്ന് കാണാം. അതായത് ആ ഒരു ക്രോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു 14 സെക്കൻഡ്സ് അല്ലെങ്കിൽ 10 സെക്കൻഡ്സ് വീഡിയോ, ഒരു അഡ്വർടൈസ്മെൻറ്റ് വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റ് ചെയ്ത ആ വീഡിയോയിൽ നിന്നും ആ ഒരു വാട്ടർമാർക്ക് പോകും. സോ ഇത്രയ്ക്കും സിമ്പിളാണ് കാര്യം. നമ്മുടെ വീഡിയോയ്ക്ക് എക്സ്ട്രാ ഭംഗി വരികയും ചെയ്യും. ആ ക്വാളിറ്റി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുവാനും സാധിക്കും. വാട്ടർമാർക്ക് ഉണ്ടാവുകയുമില്ല. സോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ്. 10 സെക്കൻഡ് അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പോൾ ഇതങ്ങ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നിന്ന് വാട്ടർമാർക്ക് പോകുന്നതായിരിക്കും. ഇനി അതിനുശേഷം ടോപ്പ് റൈറ്റിലുള്ള സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ സേവ് ആകുന്നതായിരിക്കും. സോ പെർസെൻറ്റേജ് റൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ക്രിയേറ്റിംഗ് ഫിലിം പ്രോസസ് 60% ആയി. സോ നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിലേക്ക് തന്നെ സേവ് ആകുന്നതായിരിക്കും. 95%. സോ പ്ലീസ് വെയിറ്റ്, യുവർ വീഡിയോ ഈസ് ഓൾമോസ്റ്റ് റെഡി എന്നാണ് കാണിക്കുന്നത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ സംഗതി. നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം ഇങ്ങനെയൊരു ഇൻ്റർഫേസ് വരും. അതിൽ നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഏതിൽ വേണമെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളൊരു ലൈക്ക് തരിക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ടെക്നോളജി റിലേറ്റഡ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. സോ ഗൈസ്, ഇതുപോലത്തെ കിടിലൻ അടിപൊളി യൂസ്ഫുൾ വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ.